ഈ ജല അതോറിറ്റിയുടെ അനാസ്ഥയെക്കുറിച്ച് പലതരത്തിൽ പരാതികൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. കുടിവെള്ളം ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ പൊട്ടിയ പൈപ്പുകൾ നന്നാക്കാതെ വെള്ളം പഴക്കുന്നു, അങ്ങനെ ഈ പരാതികളുടെ ലിസ്റ്റ് നീളുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഗൗരവമേറിയ പരാതിയാണ് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. തിരുവനന്തപുരം ചന്തവിള ഉള്ളൂർ കോണത്ത് ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയാണ്. അത് മാത്രമല്ല, ഈ വെള്ളം സമീപത്തെ വീടുകളിലേക്കും ഒഴുകിയെത്തി ജീവിതത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഉള്ളൂർ കോണത്തെ വാട്ടർ ടാങ്കാണ് ഇവിടെ വില്ലൻ. വാട്ടർ അതോറിറ്റി ആറ്റിങ്ങൽ ഡിവിഷനിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കുടിവെള്ളമാണ് ടാങ്കിൽ നിറയ്ക്കുന്നത്. ടാങ്ക് നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന അധിക ജലം സമീപത്തെ വീടുകളിൽ കയറുന്നു. സമയനിഷ്ഠ പാലിക്കാത്ത പമ്പിംഗ് നടത്തുന്നതിനാൽ മണിക്കൂറുകളോളം സമീപത്തെ പുരയിടങ്ങളിലേക്കും വീടുകളിലേക്കും കുടിവെള്ളം കുതിച്ചെത്തുന്ന സ്ഥിതിയാണ്. ഇവിടെ വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ആയിട്ട് ശരിക്കും വെള്ളം ഇങ്ങനെ 5-6 മണിക്കൂറോളം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കുറേ ഇങ്ങ് വന്ന് വെള്ളം മൊത്തം അങ്ങനെ തട്ടി നിന്നിട്ട് ചുവര് മൊത്തം ഇടിഞ്ഞ ഒരു പരിവായി. എല്ലാവരുടെയും വീട് ഇവിടെ തൊട്ടടുത്തുള്ള എല്ലാവരുടെയും വീട് ഏകദേശം ഇടിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ്. 10-15 വർഷം കൊണ്ട് ഇത് തന്നെയാണ്. ഓവർഫ്ലോ ആയിട്ട് ശരിക്കും വെള്ളം ഇങ്ങ് വരും. താഴോട്ട് താമസിക്കുന്നതാണ് കൂടുതലും പ്രശ്നക്കാരായിട്ട്. അത്രയും പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കാണ്. നാട്ടുകാർ അറിയിക്കുമ്പോൾ പമ്പിംഗ് നിർത്തുമെങ്കിലും പിന്നെയും മണിക്കൂറുകളോളം എടുക്കും ഒഴുക്ക് തീരാൻ. മാസങ്ങളായി പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് നാട്ടുകാർ. പ്രദേശത്തെ സിസിലിയുടെ വീടിന്റെ ചുമരുകൾ പല ഭാഗത്തും അടർന്നു തുടങ്ങി. ഏതു നിമിഷവും വീട് തകർന്നു വീഴാമെന്ന് സിസിലി പറയുന്നു. ഞങ്ങളുടെ വീട് നഷ്ടമാവും, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അതിലുപരിയായിട്ട് അടുത്തുള്ള ഞങ്ങൾ ഈ വെള്ളം വെട്ടിച്ചേർത്ത് വിടുമ്പോഴത്തേക്കും അടുത്തുള്ള വീടുകളിലും ഇതുപോലെ അവരുടെ നടയിലും വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂറുകളോളമാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥര്, ഇതിന്റെ വാട്ടർ അതോറിറ്റിയുടെ മേലുദ്യോഗസ്ഥര് ഇത് കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുന്നിൻ പ്രദേശമായതിനാൽ താഴ്ഭാഗത്തുള്ള വീടുകൾക്കും വെള്ളം ഭീഷണിയാണ്. വാർഡ് കൗൺസിലർ അടക്കം വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും ഒരു കുലുക്കവുമില്ല. ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.